ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കിടെ CPM-ന് മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ്. കേരളം ഞെട്ടിപ്പോകുന്ന വാർത്ത ഉടൻ വരാനുണ്ട് എന്ന് VD സതീശൻ. CPIM അധികം കളിക്കേണ്ടെന്നും കാത്തിരിക്കണമെന്നും VD സതീശന്റെ മുന്നറിയിപ്പ്. CPM ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണം. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല വരുന്നുണ്ട് ഇതുമായിട്ട്. അല്ല നോക്കിക്കും, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്, ഈ വർഗീയത കളിക്കുന്നത്. അത് അവർക്ക് ബോധ്യമായിക്കോളും. ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ BJPക്ക് ഈ CPM-ന് സംഭവിക്കും. CPM-ന് ഒരു ഭയവുമില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM-ല് ഒരു ബോംബും വീഴാനില്ല. ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും UDF-ലും കോൺഗ്രസിലും ഒക്കെയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിലാണ്. കോൺഗ്രസ് പ്രസിഡന്റ് KPCC പ്രസിഡന്റ് താൽക്കാലികമായിട്ട് പറഞ്ഞു ഒഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ. ഇവരെല്ലാം ശക്തിയായിട്ട് 24 മണിക്കൂർ മുമ്പ് പറഞ്ഞത് രാജിവെപ്പിക്കുമെന്നാണ്. പക്ഷേ രാജിവെപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല. കാരണം രാഹുൽ മാക്കൂട്ടം അതിശക്തിയായ രീതിയിൽ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. കാരണം ഇനി രാജി ഞാൻ വെക്കുകയാണെങ്കിൽ പല ആളുകളുടെയും മുഴുവൻ കഥയും പുറത്ത് പറയേണ്ടി വരുമെന്ന ഭീഷണിയിലാണ് യഥാർത്ഥത്തിൽ രാജി അവസാനിപ്പിച്ചത്, രാജി വേണ്ട തീരുമാനിച്ചത്. തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധവുമായി കൊണ്ടുവന്ന കാളയെ കളയരുത് എന്ന് BJPയുടെ പ്രതിപക്ഷ നേതാവ്. ആ കാളയെ BJP ഓഫീസിന് മുന്നിൽ കെട്ടിയിടണം. രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് കാളയുമായി BJP പ്രവർത്തകരെ കൊണ്ട് താൻ പ്രകടനം നടത്തിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJPക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJPക്കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താൽ കാളയുമായി വരുന്നത് ഇപ്പോൾ തന്നെ ആയിക്കൂടെ എന്നായിരുന്നു BJP നേതാവ് V മുരളീധരന്റെ മറുപടി. എന്തിനാ ഇത് നാളെയാക്കുന്നത്? ഇപ്പം തന്നെ നടത്തിക്കൂടെ? ഇതിന് 2 ദിവസത്തേക്ക് മുന്നറിയിപ്പൊന്നും തരേണ്ട കാര്യമില്ല. അല്ല, ഇതുപോലത്തെ പ്രസ്താവനകൾ കൊണ്ടൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ VD സതീശൻ വിചാരിച്ചാൽ സാധിക്കില്ല. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, നമ്മൾ ഈ വാർത്തകൾ വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ചിരി വരും. കാരണം എന്താണ്, കാളയെ കൊണ്ടുവന്നുകൂടെ, അതിനെ അവിടെ കെട്ട് ഇവിടെ കെട്ട്, വലിയ വാർത്ത, ബോംബ് വരാനുണ്ട്, വന്നാൽ വരട്ടെ. ആ നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയാണ് ഈ വിഷയത്തിന് പിന്നാലെ. എന്താണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഈ വലിയ വാർത്ത? അത് എന്ത് എന്നത് സംബന്ധിച്ച് കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? വിജയകുമാർ, തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഇങ്ങനെ പല കാര്യങ്ങളും രാഷ്ട്രീയ മുന്നണികളുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിനെയും UDF-നെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ആ വിവാദത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന UDF-ഉം കോൺഗ്രസും ഒരു പ്രത്യാക്രമണത്തിന് ശ്രമിക്കുന്നു എന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അതായത് കോൺഗ്രസും UDF-ഉം പ്രതിരോധത്തല്ല, മറിച്ച് ഒരു ആക്രമണ സ്വഭാവത്തിലേക്ക് മാറുന്നു. അങ്ങനെ ഒരു ആക്രമണത്തിൻ്റെ കുന്തവന കൂർപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് VD സതീശനിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ എന്താണ് കോൺഗ്രസിനും BJPക്കുമെതിരെ വർഷിക്കാൻ പോകുന്ന ബോംബ് എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ സൂചന കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്കാർക്കുമില്ല. പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങൾ നടത്തിയ പ്രതികരണത്തെക്കുറിച്ച് അവരും വളരെ ആകാംക്ഷയോടെ വീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും കോൺഗ്രസ് അണികളെ, ഒപ്പം തന്നെ കോൺഗ്രസിലെ നേതാക്കളെ ഒന്ന് ഊർജ്ജസ്വലരാക്കി നിർത്താനും രാഷ്ട്രീയ മുന്നണി പ്രതിരോധത്തിൽ നിന്ന് മാറി ആക്രമണത്തിലേക്ക് നടത്താനുമുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് വേണം സതീശൻ്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങളെ കാണാൻ. എന്താണ് അതിൽ കാര്യത്തിൽ വളരെ കോൺക്രീറ്റായി സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും രാഷ്ട്രീയ അവനാഴിയിൽ അസ്ത്രങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ രാഷ്ട്രീയ മുന്നണികൾ. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ ഓണത്തിൻ്റെ ആരവങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു. വാർഡുകളുടെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നീട് ക്യാമ്പയിനിലേക്ക് കേരളം മാറുമ്പോൾ ഇനിയുമേറെ വിവാദങ്ങൾ, ഇനിയുമേറെ ആരോപണങ്ങൾ, ഇനിയുമേറെ വലിയ ആകാംക്ഷ നടത്തുന്ന സംഭവങ്ങൾ നടക്കാനിരിക്കുന്നു.
യെസ് ശ്രീജിത്ത്, നേരത്തെ ഇപ്പോൾ വി ഡി സതീശൻ സൂചിപ്പിച്ചതാണെങ്കിൽ അത്രയും നാളൊന്നും കാത്തിരിക്കേണ്ട, അദ്ദേഹം പ്രതികരിക്കുന്നതിൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് വരെ പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ഇത് അത്രയൊന്നും പോകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഒരുപക്ഷെ ഓണക്കാലത്ത് തന്നെ എന്തോ ഒരു വലിയ വാർത്ത CPM-നെതിരെ വരാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ്, അതൊരു ഭീഷണിയായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എന്നൊക്കെ വി ഡി സതീശൻ പറയുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് നേതൃത്വം ഇന്ന് നമ്മൾ കാണുന്നത് അഗ്രസീവായി എന്തൊക്കെയോ വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ്. അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു മാർച്ചും നമ്മൾ ആ സൂചന നൽകുന്നത് കണ്ടു. അപ്പോൾ രാഷ്ട്രീയ പ്രത്യാക്രമണത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണോ എന്ന സംശയമുണ്ട്, കാത്തിരിക്കാൻ നമുക്ക്. അതേസമയം സസ്പെൻഷൻ നടപടിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അവസാനിപ്പിക്കാൻ കോൺഗ്രസ്, വിഷയം അടഞ്ഞ അധ്യായമെന്നും ഇനി ചർച്ചയില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ആരോപണങ്ങളിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം വിഷയത്തെ ചൊല്ലി കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകൾ തമ്മിലുള്ള പോര് ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ ശക്തമായ നടപടിയാണെന്നും CPIM-നോ BJP-ക്കോ ഇത് സാധിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. വിഷയം ഇതോടെ അവസാനിപ്പിക്കാനാണ് തീരുമാനം. കൂടുതൽ പരാതികൾ ഉയർന്നാൽ മാത്രം പ്രതികരണം. ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല, നമ്മുടെ ബന്ധമല്ല, അടുപ്പമല്ല, നിലപാടാണ്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. ഉയർന്ന ആരോപണങ്ങളിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തെ അറിയിച്ചു. ആരോപണങ്ങൾക്ക് രാഹുൽ തന്നെ മറുപടി പറയട്ടെ എന്ന നിലപാടിലാണ് നേതൃത്വം. രാഹുലിന് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരമുണ്ടെന്ന് നേതാക്കൾ. കാര്യങ്ങൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരമുണ്ട്, വിമുക്തനാവാനുള്ള അവസരമുണ്ട്, അതാണ് നൽകിയിരിക്കുന്നത്. വിവാദം അവസാനിപ്പിക്കാൻ നേതൃത്വം ശ്രമം നടത്തുമ്പോൾ കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകൾ തമ്മിലെ തർക്കം അതിരൂക്ഷം. രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് പോര്. വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ തനിക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിന് മറുപടിയുമായി കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ അംഗം താര ടോജോ അലക്സ് രംഗത്തെത്തി. പുറത്താക്കപ്പെട്ടവന്റെ ഫാൻസ് അസോസിയേഷനും വെട്ടുകിളികളും നടത്തുന്ന സൈബർ ആക്രമണത്തിൽ ഭയക്കുന്നില്ലെന്ന് പ്രതികരണം. സൈബർ ആക്രമണത്തിനെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തി. നേതാക്കന്മാരെ അധിക്ഷേപിക്കാൻ നടക്കുന്നവര് അവര് പാർട്ടിയുടെ മിത്രങ്ങളല്ല, പരമശത്രുക്കളും ചില മൂടുതാങ്ങികളുമാണ്. 24 തിരുവനന്തപുരം. LDF നേതാക്കളെ പരിഹസിച്ച് ക്ലിഫ് ഹൗസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു, ജലപീരങ്കി പ്രയോഗിച്ചു. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, പ്രതിഷേധ മാർച്ച് അവസാനിച്ചു എന്നാണ് തോന്നുന്നത്. നേരത്തെ അവർ പിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണോ? ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടു. ഇന്നലെ കന്റോൺമെന്റ് ഹൗസിലേക്ക് SFI നടത്തിയ മാർച്ചിന് മറുപടിയായി ക്ലിഫ് ഹൗസിലേക്ക് ഏതാണ്ട് സമാന സ്വഭാവത്തിലൊരു മാർച്ച് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഇനി പ്രതിരോധം എന്നതിനപ്പുറത്തേക്ക് പ്രത്യാക്രമണത്തിലേക്ക് മാറുകയാണോ കോൺഗ്രസ്? അതാണോ ഈ സൂചനകൾ നൽകുന്നത്? വിജയകുമാർ, ഉറപ്പായും. കാരണം കഴിഞ്ഞ ഒരു 6 ദിവസമായി തെരുവിലേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത ഒരു വലിയ ഗതികേടിലേക്ക് മാറിയിരുന്ന ഒരു പ്രതിപക്ഷ സംഘടന അതിനുശേഷം ഈ സസ്പെൻഷൻ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതിന് പിന്നാലെ ഒരു പ്രത്യാക്രമണം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഈ ബോർഡ്, ഈ ക്ലിഫ് ഹൗസിന്റെ സൂചനാ ബോർഡാണ്. ആ ബോർഡിൽ ഉൾപ്പെടെ പൂർണ്ണമായും പോസ്റ്റർ പതിപ്പിച്ചിരുന്നു. അത് ഇപ്പോൾ പോലീസുകാർ കീറിക്കളഞ്ഞെങ്കിലും അത് പൂർണ്ണമായും പോയിട്ടില്ല. അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന കോഴി എന്ന നിലയിലുള്ള ഈ ബോർഡുകളാണ്, ഫ്ലെക്സും പോസ്റ്ററും ബാനറും ഒക്കെയാണ് ഇതിൽ പതിപ്പിച്ചത്. അതിൽ നിന്നും കോൺഗ്രസ് ഒരു പ്രത്യാക്രമണം, സമാനമായ ആരോപണം നേരിട്ട CPIM-ന്റെ നേതാക്കളുടേതും LDF-ന്റെ നേതാക്കളുടേതുമായുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ പതിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിക്കാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി ഇനിയും പ്രതിരോധത്തിൽ പോകേണ്ടതില്ല എന്നൊരു നിലപാടാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് കഴിഞ്ഞ ദിവസം SFI നടത്തിയ മാർച്ചിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ആ സമയത്ത് അവിടെ
ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയുടെ മതിലിൽ ഉൾപ്പെടെ SFI പ്രവർത്തകർക്ക് പോസ്റ്റർ പതിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഇതൊരു പോസ്റ്റർ പതിപ്പിക്കൽ മാത്രം എന്ന നിലയിലായിരുന്നു ആസൂത്രണം ചെയ്തത്. വളരെ കുറച്ച് പ്രവർത്തകരെത്തി പോസ്റ്റർ പതിപ്പിച്ച് മടങ്ങുക എന്നൊരു ഉദ്ദേശമുള്ളപ്പോൾ തന്നെ നേതൃത്വം തന്നെ നേരിട്ടിടപെട്ട് അങ്ങനെ പുറകിലേക്ക് പോകേണ്ടതില്ല, വലിയ നിലയിൽ മാർച്ച് സംഘടിപ്പിക്കാനുള്ള ഒരു അനുമതി നൽകുകയായിരുന്നു. അങ്ങനെ പ്രത്യാക്രമണത്തിന് തയ്യാറെടുത്തുകൊള്ളൂ എന്ന് നേതൃത്വം തന്നെ പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകരെ സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മാർച്ചിലേക്ക് കോൺഗ്രസ് കടന്നത്. ഈ ക്ലിഫ് ഹൗസ് പരിസരത്ത് മുഴുവനായും ആ നിലയിലുള്ള പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ ഇതിന് സമാനമായ സമരമായിരുന്നെങ്കിലും അതിന് പോലീസ് നേരിട്ട രീതി വ്യത്യസ്തമായിരുന്നു. കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് ആർക്കും കയറാൻ കഴിയുന്ന നിലയിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇന്ന് പോലീസിൻ്റെ ഒരു ഈച്ചകയറ കോട്ട ഒരുക്കിയിരുന്നു. മാത്രമല്ല അതിൽ ബാരിക്കേഡുകളും പരമാവധി പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടേക്ക് നിയോഗിച്ചിരുന്നു. ഒപ്പം ജലപീരങ്കി പ്രയോഗം 3 തവണ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇടയ്ക്ക് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും മുന്തും തള്ളുമൊക്കെ ഉണ്ടായെങ്കിലും ഏറ്റവും ഒടുവിൽ അത് ശാന്തമായി തന്നെ അവർ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിരിഞ്ഞു പോയതിനു ശേഷം ഇവിടെ നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനങ്ങളുടെ ഗ്ലാസുകളിൽ ഉൾപ്പെടെ ഈ പോസ്റ്ററുകൾ, ഈ സമാനമായ പോസ്റ്ററുകൾ പതിച്ച ശേഷമാണ് പ്രവർത്തകർ മടങ്ങിയത്. അങ്ങനെ സമാനമായി കോൺഗ്രസ് കോൺഗ്രസ് പ്രതിരോധമൊക്കെ അവസാനിപ്പിച്ച് അത് മറുപടി പറയാൻ ഒക്കെ ഒരുങ്ങുകയാണ്. അതിന്റെ സൂചന ഈ മാർച്ചുകളിൽ കാണുന്നുണ്ട്. ഏത് വഴിക്കാ വിവാദം നീങ്ങും എന്നൊക്കെ അടുത്ത മണിക്കൂറുകൾ കുറച്ചുകൂടി വ്യക്തമാകും. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകി തിരുവനന്തപുരത്ത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ കോൺഗ്രസ്. സ്വാഭാവിക നീതി വേണമെന്ന അബിൻ വർക്കിയുടെ വാദത്തെ ബൈലോ ഉയർത്തി പ്രതിരോധിക്കുകയാണ് മറുവിഭാഗം. കേരളത്തിൽ നിന്ന് ഒറ്റപ്പേര് എന്ന സമവായത്തിലെത്തിയ ശേഷം അറിയിച്ചാൽ മതി എന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച പശ്ചാത്തലത്തിൽ ഏറ്റവും അധികം വോട്ട് കിട്ടിയ രണ്ടാമൻ എന്നതാണ് അബിൻ വർക്കിയുടെ സ്വാഭാവിക നീതിവാദത്തിന്റെ ബലം. വോട്ട് മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെരഞ്ഞെടുത്തതെന്നാണ് മറുവിഭാഗത്തിന്റെ പ്രതിരോധം. ബൈലോ പ്രകാരം ഏറ്റവും അധികം വോട്ട് നേടുന്ന 3 പേർ ഡൽഹിയിലെത്തി അഭിമുഖത്തിൽ പങ്കെടുക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി, അരിത ബാബു എന്നിവരാണ് അഭിമുഖത്തിൽ പങ്കെടുത്തത്. സ്വാഭാവിക നീതിയാണ് അടിസ്ഥാനമെങ്കിൽ അബിൻ വർക്കി, അരിത ബാബു എന്നിവർക്കൊപ്പം പുതിയ സാഹചര്യത്തിൽ OJ ജനീഷിനെയും അഭിമുഖത്തിന് വിളിക്കണമെന്നാണ് വാദം. ബിനു ചുള്ളിയലിന് പ്രായപരിധി കഴിഞ്ഞെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. വാദം തെറ്റെന്നും പ്രായപരിധി കഴിഞ്ഞിട്ടില്ലെന്നും ബിനു ചുള്ളിയിലും പറയുന്നു. 1987 മെയ് 10 ശേഷം ജനിച്ചവർക്ക് മാത്രമേ കമ്മിറ്റിയിൽ ഉൾപ്പെടാൻ കഴിയൂ എന്നാണ് ബൈലോ. അതിനിടെ KM അഭിജിത്തിനായും ഒരു വിഭാഗം സമ്മർദ്ദം ശക്തമാക്കി. തർക്കങ്ങൾ അവസാനിപ്പിച്ച ശേഷം മാത്രം അധ്യക്ഷ പ്രഖ്യാപനമെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. കേരളത്തിൽ ഒറ്റപ്പേരെന്ന സമവായത്തിലെത്തിയ ശേഷം പ്രഖ്യാപനമെന്നാണ് നിലപാട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് ഉള്ളേരിയിൽ ലാബ് ജീവനക്കാരെ പീഡിപ്പിക്കാൻ ശ്രമം. സംഭവത്തിൽ പരപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് ജാസിൻ പിടിയിലായി. ജീവനക്കാരുടെ പരാതിയിൽ അത്തോളി പോലീസ് കേസെടുത്തു. പരാതി ശരിവെക്കുന്ന ചില CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, എന്താണ് സംഭവിച്ചത്? ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ഈ പ്രതിയെ അപ്പോൾ തന്നെ പിടികൂടാൻ കഴിഞ്ഞോ പോലീസിന്? വിജയകുമാർ, ഇന്നലെ രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെ രാവിലെ 6:30-ക്കാണ് ഈ സ്വകാര്യ ലാബിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു ഈ പ്രതി. തുടർന്ന് നമ്മൾ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു പീഡന ശ്രമമാണ് അവിടെ ഉണ്ടായത്. തുടർന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതിന് പിന്നാലെ ആ കൃത്യം നടത്തിയ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം ഉള്ളിയേരി ടൗണിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ഒരു പരിശോധന. ആദ്യഘട്ടം മുതൽ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ പോലീസിന്റെ പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. യുവാവ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ധരിച്ചിരുന്ന ഡ്രസ്സായിരുന്നു ഉള്ളിയേരി നഗരത്തിൽ തന്നെ ഒരിടത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. തെളിവ് നശിപ്പിക്കാനായിരുന്നു ഇത് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വസ്ത്രം പോലീസിന് കിട്ടുകയും അതിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ആ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇന്ന് രാവിലെ കോഴിക്കോട് ടൗണിൽ വെച്ചാണ് ഇത്തരത്തിൽ പ്രതി പിടിയിലായിട്ടുള്ളത്. പരപ്പനങ്ങാടി സ്വദേശിയാണ്. മുഹമ്മദ് ജസീൻ എന്നാണ് പേര്. 30 വയസ്സാണ്. എന്തിനാണ് ഇയാൾ ഈ ഭാഗങ്ങളിൽ എത്തിയത്, പ്രത്യേകിച്ച് മലപ്പുറം സ്വദേശി എങ്ങനെ ഇവിടെ എത്തി, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അല്പസമയത്തിനകം കടക്കും. ഇന്ന് രാവിലെയാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടായത്. ഇന്നലെയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. വിജയകുമാർ.
യെസ്, പരപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് ജസീനാണ് പിടിയിലായത്. ജീവനക്കാരുടെ പരാതിയിൽ അത്തോളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്ത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം നടപടിക്രമങ്ങൾ പാലിക്കാതെ എന്ന് ഹൈക്കോടതിയുടെ പ്രാഥമിക വിലയിരുത്തൽ. അജിത് കുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മുൻകൂർ അനുമതി വേണം എന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. MR അജിത് കുമാറിന്റെ ഹർജിയിൽ വിജിലൻസിനോട് കോടതി റിപ്പോർട്ട് തേടി. കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് റദ്ദാക്കിയ വിജിലൻസ് കോടതി നടപടി ചോദ്യം ചെയ്താണ് ADGP MR അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ചോദ്യങ്ങളും വിമർശനവും നിറഞ്ഞതായിരുന്നു ഹൈക്കോടതിയുടെ മറുപടി. ADGPക്കെതിരെ ആരാണ് അന്വേഷിച്ചതെന്ന് കോടതി ചോദിച്ചു. കീഴുദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയത് ചട്ടവിരുദ്ധമാണെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. 17A-19 ചട്ടങ്ങൾ പ്രകാരം അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ അനുമതി തേടുന്നതിൽ വിജിലൻസ് കോടതിക്ക് വീഴ്ച സംഭവിച്ചെന്നും കോടതി വ്യക്തമാക്കി. നടപടിക്രമങ്ങളിലെ നിയമപ്രശ്നമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ വിശദമായ വാദം കേൾക്കണമെന്നും ആവശ്യപ്പെട്ടു. വിജിലൻസിന്റെ കൂടി മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. ഇടക്കാല ഉത്തരവിനും സാധ്യതയുണ്ട്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. തൃശൂർ പൂരം കലക്കലിലെ വീഴ്ചയിൽ ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല. നടപടി താക്കീതിൽ ഒതുക്കാനാണ് നീക്കം. കടുത്ത നടപടി ഒഴിവാക്കാമെന്നാണ് DGP റവാഡ ചന്ദ്രശേഖരന്റെ പുതിയ റിപ്പോർട്ട്. MR അജിത് കുമാറിനെ രക്ഷിച്ചെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെയാണ് പുതിയ നീക്കം. മുൻ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ അന്വേഷണത്തിൽ തൃശൂർ പൂരം കലക്കലിൽ അജിത് കുമാറിന്റെ ഗുരുതര വീഴ്ച സ്ഥിരീകരിച്ചിരുന്നു. മന്ത്രിയുടെ മുന്നറിയിപ്പ് പോലും വകവയ്ക്കാതെ ADGP ഉറങ്ങിയെന്നായിരുന്നു റിപ്പോർട്ട്. സസ്പെൻഷൻ വരെ നീളുന്ന കടുത്ത നടപടിയും ശുപാർശ ചെയ്തിരുന്നു. ഇതനുസരിച്ച് നടപടിയെടുക്കേണ്ട സർക്കാർ അസാധാരണ നീക്കത്തിലൂടെ ഫയൽ പുതിയ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് തിരിച്ചു നൽകുകയായിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച റവാഡ ചന്ദ്രശേഖർ തന്റെ നിർദ്ദേശം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് വീണ്ടും സർക്കാരിന് കൈമാറി. കൃത്യനിർവഹണത്തിൽ വീഴ്ചയെന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടിലും പറയുന്നത്. എന്നാൽ MR അജിത് കുമാറിനെ നിലവിൽ പോലീസിൽ നിന്ന് എക്സൈസിലേക്ക് മാറ്റിയതിനാൽ സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്നാണ് ശുപാർശ. അതിനാൽ താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിക്കാനാണ് ആലോചന. അതോടെ വിവാദമായ തൃശൂർ പൂരം കലക്കലിൽ വലിയ പരിക്കില്ലാതെ MR അജിത് കുമാർ രക്ഷപ്പെടും. എന്നാൽ പുതിയ റിപ്പോർട്ടിലെ CPI നിലപാട് നിർണായകമാണ്. 24, തിരുവനന്തപുരം. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യയിൽ CPM-നെതിരെ കോൺഗ്രസ്. ശ്രീജ ജീവനൊടുക്കിയത് CPM നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ മനം നൊന്താണ് എന്നായിരുന്നു വിമർശനം. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെയാണ് ആസിഡ് കുടിച്ച ശ്രീജ ജീവനൊടുക്കിയത്. ഇന്ന് രാവിലെയാണ് ശ്രീജയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യക്തികളിൽ നിന്നും കടം വാങ്ങിയതും കുടുംബശ്രീ, മൈക്രോ ഫിനാൻസ് എന്നിവിടങ്ങളിൽ നിന്നും വായ്പ എടുത്തതുമായ 80 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ശ്രീജയ്ക്ക് ഉണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. KSF-ൽ നിന്ന് ലോൺ എടുത്ത് കടം വീട്ടാനായിരുന്നു കുടുംബം തീരുമാനിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസ് വാർഡ് മെമ്പറായ ശ്രീജയെ ഈ കടത്തിന്റെ പേര് പറഞ്ഞ് പണം തട്ടിപ്പുകാരിയായി ചിത്രീകരിച്ചെന്നും വ്യക്തിഹത്യ നടത്തിയെന്നുമാണ് കോൺഗ്രസ് ആരോപണം. ഇന്നലെ ശ്രീജയ്ക്കെതിരെ ആര്യനാട് ജംഗ്ഷനിൽ CPIM പ്രതിഷേധ യോഗം നടത്തിയിരുന്നു. ഇതിൽ മനംതൊന്താണ് ആത്മഹത്യ എന്നാണ് ആരോപണം. ഇന്നലെ രാത്രി മുഴുവൻ ശ്രീജ കരച്ചിലായിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹൻ, മുൻ കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ഷിജി കേശവൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ശ്രീജയുടെ ഭർത്താവ് ആവശ്യപ്പെട്ടു. CPM ആരോപിക്കുന്നത് പോലെ മൈക്രോ ഫിനാൻസിന്റെ ആവശ്യത്തിനല്ല നിങ്ങൾ പണം വാങ്ങിയത്? അല്ലല്ലല്ല, അവർക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത്? ശരി, CPIM-ന്റെ വേട്ടയാടലിനിരയാണ് ശ്രീജയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സാമ്പത്തിക ബാധ്യതയുള്ളവരെ അപമാനിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തുന്ന പാർട്ടിയായി കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുകയാണ്. സ്ത്രീകളെ വേട്ടയാടുക. എന്നാൽ ശ്രീജയെ വ്യക്തിഹത്യ നടത്തിയിട്ടില്ലെന്നും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ശ്രീജയ്ക്കെതിരെ പരാതികൾ വന്നപ്പോഴാണ് പാർട്ടിയും പഞ്ചായത്തും ഇടപെട്ടതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ. അവർ ജൂലൈ 31 കാശ് തിരിച്ചു കൊടുക്കാമെന്ന്, എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ അവർ കേസൊന്നും പോയിട്ടില്ലാതാണ് നമ്മുടെ ശ്രദ്ധയില്ല. ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അത് കിട്ടാതെ വന്നപ്പോഴാണ് പഞ്ചായത്തിൽ പരാതി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ വനിതാ കമ്മീഷനിലൊക്കെ പരാതി കൊടുത്തായിട്ട് അറിഞ്ഞു. 24, തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കേരളത്തിലേക്ക് രാസലഹരി കടത്തിയ നൈജീരിയൻ സംഘം ഇന്ത്യയിലെത്തിയത് വിസ ഇല്ലാതെ എന്ന് കണ്ടെത്തൽ. സംഘത്തിൽ ഉൾപ്പെട്ട ഡേവിഡ് ജോൺ ആണ് ആദ്യം എത്തിയത്. നൈജീരിയൻ ലഹരി മാഫിയയുടെ വൻ ശൃംഖല ഇന്ത്യയിലുണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചു. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട്. ദീപക്, ഇന്നലെ നൈജീരിയൻ സംഘത്തെ വളരെ സാഹസികമായി കേരള പോലീസ് ഗുരുഗ്രാമിൽ പോയി അറസ്റ്റ് ചെയ്തു.
അവരിൽ നിന്ന് കിട്ടിയ വിവരമാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുതിയതിനപ്പുറത്തേക്കുള്ള വലിയ സംഘം, വലിയ ശൃംഖല രാജ്യത്ത് വേരാഴ്ത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ, അല്ലേ? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കരുതിയതിനും അപ്പുറത്തേക്ക് വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ലഹരി മാഫിയ, അന്താരാഷ്ട്ര ലഹരി മാഫിയ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. മാത്രവുമല്ല, ഇവർക്കാർക്കും തന്നെ നിയമപരമായ വിസ ഇല്ലാതെയാണ് രാജ്യത്തിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് രാജ്യത്തിനകത്തേക്ക് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റം നടത്തുന്നു. ഇതിൽ ആദ്യത്തെ നുഴഞ്ഞുകയറ്റം നടത്തിയത് ഡേവിഡാണ്, 2010 അതിനുശേഷം 2 പ്രാവശ്യങ്ങളിലായാണ് ഈ രണ്ടുപേരും, ഹെൻറിയും അതുപോലെ മറ്റൊരാളും കൂടി ഇങ്ങോട്ടേക്ക് കടക്കുന്നത്. മാത്രവുമല്ല, ഇവരുടെ നെറ്റ്വർക്കിൽ കൂടുതൽ പേരുണ്ട് എന്നുള്ളത് കൂടി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. മറ്റൊന്ന്, കേന്ദ്ര ഏജൻസികളിലേക്ക് ഇവരുടെ വിവരങ്ങൾ കൈമാറാൻ കൂടി പോലീസ് തയ്യാറാകുന്നു എന്നുള്ളതാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ, അതുപോലെ തന്നെ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ടൗൺ IP, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ ഈ വിഭാഗം IBയിൽ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനാണ്. മാത്രവുമല്ല, ഒരു നർക്കോ മിലിറ്റൻ്റ് ഓപ്പറേഷൻ രാജ്യത്തിന് പുറത്തു നിന്നും ഇന്ത്യയിലേക്ക് നടക്കുന്നുണ്ട് എന്നുള്ള സൂചന നേരത്തെ തന്നെ ഇന്ത്യ സർക്കാരിനും അത് വിവിധ സംസ്ഥാന സർക്കാരിനും ഉള്ളതാണ്, ആഭ്യന്തര വകുപ്പിനുള്ളതാണ്. അത്തരത്തിലുള്ള ചില സൂചനകളിലേക്കാണ് ഈ അന്വേഷണം നീങ്ങുന്നത്. കാരണം ഇവരാരും തന്നെ ഇവിടെ എത്തിയത് നിയമപരമായല്ല. അതായത് രാജ്യത്തിനകത്തേക്ക്, ഇന്ത്യക്കകത്തേക്ക് ഇന്ത്യയുടെ ശിഥിലീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ ഘട്ടങ്ങളിലായി വിദേശത്തു നിന്നും ആൾക്കാർ എത്തുന്നു. മാത്രവുമല്ല, വിദേശത്തു നിന്നും ഇങ്ങോട്ടേക്ക് ലഹരി കടത്താൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ എത്തി ഇവിടെ നിന്നും കെമിക്കലുകൾ ഡാർക്ക് വെബിലും മറ്റും ഓർഡർ ചെയ്തുകൊണ്ട് ഇവിടെ MDMAയും മറ്റും കുക്ക് ചെയ്യുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഇത് വളരെ അപകടകരമായ സൂചനകളാണ് നൽകുന്നത്. രാജ്യാന്തര ലഹരി മാഫിയ ഇന്ത്യയിലുണ്ട് എന്നുള്ളത്, അതിൻ്റെ ശൃംഖല കേരളത്തിൽ വരെയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോഴിക്കോട് ടൗൺ പോലീസ് ഈ ഹരിയാനയിൽ പോയി കണ്ടെത്തിയ കേസിൻ്റെ അന്വേഷണത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ, ലഹരിക്കടത്ത് മാത്രമല്ല, ഇവർ നടത്തിയ നുഴഞ്ഞുകയറ്റത്തിൻ്റെ രേഖകളൊന്നുമില്ലാതെ അനധികൃതമായി ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നൈജീരിയൻ ലഹരി മാഫിയയുടെ വലിയ ശൃംഖല രാജ്യത്ത് വേരാഴ്ത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഭക്ഷണശാലയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. പോത്തൻകോട് സ്വദേശി മുഹമ്മദ് അബ്ദുൽ ഹാദിയാണ് പിടിയിലായത്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് റിനു, എപ്പോഴായിരുന്നു ഇയാൾ മോഷണം നടത്തിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഭക്ഷണശാലയിൽ നിന്നാണ് ഒരാഴ്ച മുമ്പ് 4.25 ലക്ഷം രൂപ മോഷണം പോയത്. അന്ന് തന്നെ പോലീസിനൊരു സംശയമുണ്ടായിരുന്നു, ഈ ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരെങ്കിലും ആവാം. കാരണം അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരമൊരു മോഷണം നടന്നത്. ഇപ്പോൾ പോത്തങ്കോട് സ്വദേശിയായ മുഹമ്മദ് അബ്ദുൽ ഹാദിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചു എന്നും ഇന്നയാളാണ് പ്രതി എന്നുള്ളത് അടക്കമുള്ള വാർത്തകൾ 24 പുറത്ത് വിട്ടിരുന്നു. തുടർന്ന് ഇയാളെ ഇപ്പോൾ പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് പൂജപ്പുര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സമയത്തിനകം തന്നെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും ഇയാളെ എന്നുള്ളത്. ഇയാൾ നിരവധി മോഷണ കേസിലെ പ്രതിയാണ്. 12ഓളം മോഷണ കേസിൽ പ്രതിയാണ് മുഹമ്മദ് ഹാദി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മോഷണ കേസിൽ ശിക്ഷാ തടവുകാരനായി തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞിരുന്നു. ഈ 2 ആഴ്ച മുമ്പാണ് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇയാൾ ഈ കഫ്റ്റീരിയയിൽ, അതായത് ഈ ഭക്ഷണശാലയിൽ ജോലി നോക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയാണ് ഇവിടെ പൈസ സൂക്ഷിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ മനസ്സിലാക്കുന്നത്. 3 ദിവസത്തെ കാശാണ്, അതായത് അവധിയായിരുന്നതിനാൽ 3 ദിവസത്തെ പണം ബാങ്കിൽ അടച്ചിരുന്നില്ല. ആ ബാങ്ക് അടയ്ക്കാത്ത പണമാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നതും കതക് കുത്തി തുറന്നുകൊണ്ട് ഈ പണം മോഷ്ടിക്കുകയും ചെയ്തു. CCTV അടക്കം ഇല്ലാതിരുന്നതിനാൽ പോലീസ് നന്നേ വഴിമുട്ടിയിരുന്നു. പക്ഷേ കൃത്യമായി തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു. പ്രതി ഒളിവിൽ പോയെങ്കിലും തിരുവല്ലയിൽ വെച്ച് ഇപ്പോൾ പ്രതിയായിട്ടുള്ള മുഹമ്മദ് അബ്ദുൽ ഹാദിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഭക്ഷണശാലയിൽ നിന്നാണ് ഇത്രയും പണം പോയത്. ഇയാൾ ഒരു തടവ് പുള്ളിയായിരുന്നു നേരത്തെ, നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. അയാളെ തിരുവല്ലയിൽ നിന്നാണ് പിടികൂടിയത്. പോത്തൻകോട് സ്വദേശി മുഹമ്മദ് അബ്ദുൽ ഹാദിയാണ് ഇപ്പോൾ അറസ്റ്റിലായത്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ചരിത്ര പ്രസിദ്ധമായ എറണാകുളം തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര നടൻ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്തു.
10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയുടെ വീഥികളിൽ അത്തച്ചമയ ഘോഷയാത്ര അണിനിരന്നു. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. മന്ത്രി P രാജീവ് അത്തപ്പതാക ഉയർത്തി ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ഭിന്നശേഷി സൗഹൃദമായിരുന്നു ഇത്തവണത്തെ അത്താഘോഷം. തുല്യതയുടെ സമത്വത്തിന്റെ ആഘോഷമാണ് ഓണം. ഓണത്തിന്റെ വിളംബരം ഇവിടെ ഈ തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. ഈ ഓണം വൃത്തിയുടെ ഓണമെന്ന് മന്ത്രി വ്യക്തമാക്കി. വർണ്ണാഭമായ കാഴ്ചകളൊരുക്കിയ ഘോഷയാത്ര നടൻ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്തു. ജാതിയും മതവുമില്ലാത്ത ആഘോഷം ലോകത്തിന് തന്നെ മാതൃകയെന്ന് ജയറാം 24-നോട്. തൃപ്പൂണിത്തുറ അത്തച്ചമയം എന്ന് പറയുന്നത് എന്താ പറയുക, അതൊരു തൃപ്പൂണിത്തുറക്കാരുടെ മാത്രം ആഘോഷമല്ല, കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. മഹാബലി, പുലികളി, വിവിധ പ്രച്ഛന്നവേഷങ്ങൾ, കളരിപ്പയറ്റ്, പഞ്ചവാദ്യം, തകിൽ, ചെണ്ടമേളം, ശിങ്കാരിമേളം, തമ്പോലമേളം, ബാൻഡ് മേളം, കാവടി, തെയ്യം, ടാബ്ലോ തുടങ്ങിയ ഇനങ്ങളിലായി 3000-ലധികം കലാപ്രവർത്തകർ ഘോഷയാത്രയിൽ അണിനിരന്നു. ഏത് മൂഡ്? ഓണം മൂഡ്. അതെ, കേരളം മുഴുവൻ ഈ ഓണം മൂഡിലേക്ക് കടന്നിരിക്കുകയാണ്. വരുന്ന 10 നാൾ കേരളം അങ്ങോളം ഇങ്ങോളം ആഘോഷത്തിൻ്റെതാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു പ്രത്യാശയുടെ ഓണം നമ്മൾ നേരത്തെ തന്നെ ആശംസിക്കുകയാണ്. തൃപ്പൂണിത്തുറയിലെ അത്തം നഗറിൽ നിന്ന്, രാജവീഥിയിൽ നിന്ന് ടീം 24. സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഭക്ഷ്യമന്ത്രി GR അനിൽ നിർവഹിച്ചു. തുണിസഞ്ചി ഉൾപ്പെടെ 15 സാധനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലേറെ ഭക്ഷ്യക്കിറ്റാണ് നൽകുന്നത്. റേഷൻ കടകൾ വഴി നാളെ മുതൽ അർഹതപ്പെട്ട കാർഡുകാർക്ക് കിറ്റ് വാങ്ങാം. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പാക്ക് ചെയ്ത സാധനങ്ങൾ റേഷൻ കടകൾ വഴിയാണ് കാർഡുടമകൾക്ക് വിതരണം ചെയ്യുക. തുണിസഞ്ചിയും 14 അവശ്യ സാധനങ്ങളും അടങ്ങിയ ഒരു കിറ്റിന് കയറ്റിറക്ക് കൂലി, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം ഏകദേശം 710 രൂപയാണ് ചിലവ്. ഓണക്കിറ്റുകളുടെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി GR അനിൽ നിർവഹിച്ചു. നാളെ മുതൽ റേഷൻ കടകളിൽ നിന്ന് AAOI കാർഡുകാർക്കും അവർക്ക് ഏകദേശം 6 ലക്ഷത്തിൽ പരം കിറ്റ് വിതരണത്തിന് തയ്യാറാക്കുന്നുണ്ട്. പൊതുവിപണിയിലെ വിലവർധന പിടിച്ചു നിർത്താൻ ഓണത്തിന് റേഷൻ കടകളിലൂടെ കൂടുതൽ അരി വിതരണം ചെയ്യും. 32 ലക്ഷം വെള്ളക്കാട് ഉടമകൾക്ക് 15 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും, നീലക്കാടിന് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ 10 കിലോയും നൽകും. ചുവന്ന കാടിന് കാർഡ് 1-ന് 5 കിലോ അരി അധികമായി നൽകും. 445 രൂപയ്ക്ക് നൽകിയിരുന്ന കേര വെളിച്ചെണ്ണയ്ക്ക് 429 രൂപയാക്കി. 349 രൂപയുണ്ടായിരുന്ന ശബരി വെളിച്ചെണ്ണ 339 രൂപയ്ക്കും ലഭിക്കും. സപ്ലൈകോ ഓണച്ചന്തകൾ വഴി ഇന്നലെ മാത്രം 13 കോടി രൂപയുടെ വിറ്റുവരവ് നടന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. അച്ചൻകോവിലാറിൽ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ വിവരങ്ങൾ നൽകും. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ കുട്ടികൾ പുഴയിൽപ്പെട്ടത്? അതായത് വിജയകുമാർ, ഈ പത്തനംതിട്ട കല്ലറക്കടവിലാണ് അച്ചൻകോവിലാറിനോട് ചേർന്നുള്ള ഭാഗത്താണ് കുട്ടികൾ ഒഴുക്കിൽ പെട്ടിരിക്കുന്നത്. 1 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഈ പത്തനംതിട്ടയിലെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് എന്തായാലും ഇവിടെ എത്തി നിലവിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ അജസൽ അജി, കാശി അശോക് എന്നിങ്ങനെ 14 വയസ്സുള്ള 2 കുട്ടികളാണ് ഒഴുക്കിൽപ്പെട്ടത്. കുട്ടികൾ ഈ നദീതീരത്തെത്തി വെള്ളത്തിലിറങ്ങിയൊരു ഘട്ടത്തിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് ഫയർഫോഴ്സ് നിലവിൽ നൽകുന്ന ഒരു വിശദീകരണം. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള 2 കുട്ടികളെയും രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഫയർഫോഴ്സ് എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. പൊതുവിൽ ഈ അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ശക്തമായ ഒഴുക്കുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കുട്ടികൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഫയർഫോഴ്സ് നിലവിൽ തിരച്ചിൽ നടക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളാണ്, 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്, 14 വയസ്സ് മാത്രമാണ് പ്രായം. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നു എന്നാണ് പ്രാഥമികമായി ഫയർഫോഴ്സിന്റെ ഒരു നിഗമനം. എന്തായാലും ഫയർഫോഴ്സ് നിലവിൽ തിരച്ചിൽ തുടരുകയാണ്. മറ്റു അപ്ഡേറ്റുകളൊന്നും നിലവിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടില്ല.
ശരി, അച്ഛൻകോവിലാറിലാണ് 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടത്. അവർ പത്തനംതിട്ടയിലെ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ആ കുട്ടികൾക്ക് നന്നായി നീന്താൻ അറിയാം എന്ന വിവരം കൂടിയുണ്ട്. അവർ ഏതെങ്കിലും ഒരു ഭാഗത്ത് സുരക്ഷിതരായി എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സാധനങ്ങൾ എറിഞ്ഞു നൽകിയാൽ 1000 മുതൽ 2000 രൂപ വരെ കൂലി ലഭിക്കുമെന്ന് വെളിപ്പെടുത്തൽ. മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകുമ്പോൾ പിടിയിലായ പനങ്കാവ് സ്വദേശി അക്ഷയാണ് പോലീസിന് നിർണായകമായ ഈ മൊഴി നൽകിയത്. ജയിൽ കോമ്പൗണ്ടിൽ നിരീക്ഷണം ശക്തമാക്കാനാണ് ജയിൽ അധികൃതരുടെ തീരുമാനം. ജയിലിനകത്തേക്ക് സാധനങ്ങൾ എറിഞ്ഞു നൽകുന്നതിനിടെ പിടിയിലായ പനങ്കാവ് സ്വദേശി അക്ഷയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അക്ഷയ് നൽകിയ മൊഴിയിലെ വിവരങ്ങൾ മൊബൈൽ ഫോണും ലഹരി മരുന്നുകളും എങ്ങനെ ജയിലിനകത്തേക്ക് എത്തുന്നുവെന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്. ഫോണും ലഹരി മരുന്നുകളും പുകയില ഉൽപ്പന്നങ്ങളും ജയിലിലെത്തിക്കാൻ ഒരു സംഘം തന്നെ പുറത്തു പ്രവർത്തിക്കുന്നുണ്ട്. തടവുകാരുമായി ബന്ധമുള്ളവരും കൂലി വാങ്ങി സാധനങ്ങൾ എറിഞ്ഞു നൽകുന്നവരും അതിൽ ഉൾപ്പെടും. ഫോൺ എറിഞ്ഞു നൽകുന്നതിനിടെ പിടിയിലായ അക്ഷയിലൂടെയാണ് ഈ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. തടവുകാരനെ കാണാനായി ജയിലിലെത്തുന്നവരോട് എറിഞ്ഞു നൽകേണ്ട സ്ഥലത്തിന്റെ അടയാളം ആദ്യം പറഞ്ഞു കൊടുക്കും. ജയിലിനുള്ളിലെ നിരീക്ഷണ ക്യാമറകളുടെ കണ്ണിൽപ്പെടാത്ത സ്ഥലമായിരിക്കും അടയാളമായി നൽകുക. പുറത്തുള്ളയാൾക്ക് അടയാളം ലഭിച്ചാൽ അയാൾ കൃത്യമായി അവിടെ എത്തി മതിലിന് മുകളിലൂടെ സാധനം ഉള്ളിലേക്ക് എറിയും. ജയിലിനുള്ളിൽ അതെടുക്കാനും പ്രത്യേക സംഘങ്ങളുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം സാധനങ്ങൾ എറിഞ്ഞു നൽകുന്നതിനായി തെരഞ്ഞെടുക്കുമെന്നാണ് അക്ഷയ് നൽകിയ മൊഴി. ഇത് വരുമാന മാർഗമാക്കുന്ന നിരവധി പേരുണ്ടെന്നാണ് സൂചന. മതിലിന് മുകളിലൂടെ എറിഞ്ഞു നൽകുന്നത് മാത്രമല്ല, മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പുകയില ഉൽപ്പന്നങ്ങളും ജയിലിനകത്തേക്ക് എത്തിക്കാൻ തടവുകാർക്ക് മറ്റു മാർഗങ്ങളുമുണ്ട്. അതും കണ്ടെത്താൻ സാധിക്കണം. കണ്ണൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ, 24. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ടോൾ തടഞ്ഞ നടപടി സെപ്റ്റംബർ 9 വരെ തുടരും. ഗതാഗതക്കുരുക്ക് കുറഞ്ഞു എന്ന ദേശീയപാത അതോറിറ്റിയുടെ വാദം ഹൈക്കോടതി തള്ളി. ഗതാഗതക്കുരുക്ക് പരിഹരിച്ചെന്ന് കാട്ടുന്ന ചിത്രങ്ങളും ദേശീയപാത അതോറിറ്റി ഹാജരാക്കിയിരുന്നു. ദേശീയപാത അതോറിറ്റിക്കെതിരെ മോണിറ്ററിംഗ് കമ്മിറ്റി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. റോഡ് നിർമ്മാണം മന്ദഗതിയിലാണെന്നും സർവീസ് റോഡുകൾ പൂർണ്ണമായും നവീകരിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് മോണിറ്ററിംഗ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുന്നറിയിപ്പിന് പിന്നാലെ BJPക്ക് സന്ദീപ് വാര്യരുടെ ചലഞ്ച്. കോൺഗ്രസിന്റെ മാതൃക തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്നാണ് സന്ദീപ് വാര്യരുടെ ചോദ്യം. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ CPM-നാണ് ഒരു മുന്നറിയിപ്പ് നൽകിയത്. വലിയൊരു വാർത്ത വരാനുണ്ട്, അതൊരു ഭീഷണിയോ മുന്നറിയിപ്പോ ഒക്കെയായി കണക്കാക്കാമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. എന്താണ് ഇപ്പോൾ സന്ദീപ് വാര്യർ BJPയോട് പറയുന്നത്? ആരെ ഉദ്ദേശിച്ചാണ് ഈ FB പോസ്റ്റ്? ഉറപ്പായും അത്തരത്തിൽ സന്ദീപ് വാര്യർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാലക്കാട്ടെ ശത്രുപാളയത്തിൽ ആരെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കുമെന്ന ഒരു വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ചില പരാതികൾ BJPയുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിട്ടുണ്ട് ചില ആളുകളെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല. അതെന്തിനെക്കുറിച്ചുള്ള പരാതിയാണ്, ആരാണ് ആ പരാതി നൽകിയത്, അതെന്ത് എത്ര രൂക്ഷമായുള്ള പരാതിയാണ്, അതിൽ രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തോ എന്നതിനെക്കുറിച്ചൊന്നും തന്നെ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടുമില്ല. എന്തായാലും സന്ദീപ് വാര്യർ കൃത്യമായി ചലഞ്ച് ചെയ്യണമെങ്കിൽ, അതൊരു കോർ കമ്മിറ്റി അംഗം എന്ന തരത്തിലൊക്കെ പേരെടുത്ത് ചലഞ്ച് ചെയ്യണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ആരെങ്കിലും തന്നെയായിരിക്കും, അല്ലെങ്കിൽ പാലക്കാട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രശാന്ത് ശിവനും C കൃഷ്ണകുമാറും BJP നേതാവ് C കൃഷ്ണകുമാറും രൂക്ഷമായ ഭാഷയിലാണ് സന്ദീപ് വാര്യരെ വിമർശിച്ചത്. കാസർഗോഡ് മുതലുള്ള ചാറ്റുകൾ തങ്ങൾ പുറത്തുവിടും, പല ചാറ്റുകളും കൈവശമുണ്ട് എന്നാണ് സന്ദീപ് വാര്യരെ വെല്ലുവിളിച്ചുകൊണ്ട് C കൃഷ്ണകുമാർ പറഞ്ഞത്. ഒരുപക്ഷെ അതിനുള്ളൊരു മറുപടിയാണോ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി ചലഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു ചലഞ്ച് സന്ദീപ് വാര്യർ നൽകിയിരിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെയാണെങ്കിൽ അതൊരു പക്ഷേ BJPയിൽ പൊട്ടുന്ന ബോംബായിരിക്കുമോ എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. അല്ലെങ്കിൽ അത് നനഞ്ഞ പടക്കമാകുമോ എന്നും കാത്തിരുന്നു കാണണം. കാരണം BJPയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സന്ദീപ് വാര്യർ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇടാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന, രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ മാത്രമേ ബോധ്യപ്പെടാൻ കഴിയുകയുള്ളൂ. വിജയകുമാർ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ച 50% തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും എന്ന് അമേരിക്ക.
റഷ്യയിൽ നിന്ന് ഭീഷണി നേരിടുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുവ എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടരുമെന്നും കുറഞ്ഞ വിലയ്ക്ക് ആര് എണ്ണ തന്നാലും വാങ്ങുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനാണ് ഇന്ത്യക്കുമേൽ ഓഗസ്റ്റ് 27 മുതൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നത്. നേരത്തെയുള്ള 25% തീരുവ ഉൾപ്പെടെ ഇതോടെ അമേരിക്കയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ പുതിയ തീരുവകൾ പ്രാബല്യത്തിൽ വരുമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റീസിന്റെ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. യുക്രൈൻ റഷ്യ സമാധാന കരാർ ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് ഇന്ത്യക്കെതിരെ കനത്ത തീരുവ ചുമത്താനുള്ള നീക്കവുമായി അമേരിക്ക നീങ്ങുന്നത്. യുക്രൈനുമായി ധാരണയിലെത്താൻ റഷ്യ വഴങ്ങാത്ത പക്ഷം റഷ്യയുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്കുമേൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ വ്യക്തമാക്കി. കുറഞ്ഞ വിലയ്ക്ക് ആര് എണ്ണ തന്നാലും വാങ്ങുമെന്നും വിനയ് കുമാർ പറഞ്ഞു. അതിനിടെ അമേരിക്കയ്ക്കാവശ്യമായ മാഗ്നറ്റുകൾ നൽകാൻ ചൈന തയ്യാറാകാത്ത പക്ഷം ചൈനയ്ക്കുമേൽ 200% അതിലേറെയോ തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് 24. അതേസമയം അമേരിക്കയുടെ പിഴച്ചുങ്കം നാളെ മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കെ ആഭ്യന്തര ഉത്പാദനം ശക്തമാക്കാൻ വീണ്ടും ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ ദ വേൾഡ് എന്നതാവണം മന്ത്രമെന്ന് അഹമ്മദാബാദിലെ മാരുതി സുസുക്കി EV പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകമാകെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന EV ബാറ്ററികൾ ഉപയോഗിക്കുന്ന കാലം വിദൂരമല്ല. 100-ലേറെ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ EV ബാറ്ററി കയറ്റുമതി ചെയ്യും. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. കൂടുതൽ വിദേശ നിക്ഷേപകരെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. നോക്കാം കാലാവസ്ഥ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.